കേരളത്തിൽ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് എടുത്ത നെൽ കർഷകർക്ക് ലഭിക്കാനുള്ളത് 120 കോടിയോളം രൂപയാണ്. സംസ്ഥാനത്ത് ഇൻഷുറൻസ് എടുത്ത 93,000-ലധികം കർഷകരാണ് നഷ്ടപരിഹാര തുക ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. 2023-24, 2024-25 വർഷങ്ങളിലെ ഇൻഷുറൻസ് ആനുകൂല്യമാണ് മുടങ്ങിക്കിടക്കുന്നത്. ഇത് 120 കോടിയോളം രൂപ വരും. സംസ്ഥാനത്തെ 93,011 കർഷകരാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടത്തിനെതിരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത്. കേന്ദ്രവും കേരളവും തുല്യ പങ്കാളിത്തത്തോടെയാണ് തുക നൽകേണ്ടത്. പണയം വെച്ചും കടം വാങ്ങിയും ഇറക്കിയ കൃഷി കാലാവസ്ഥാ വ്യതിയാനത്തിൽ നശിച്ചുപോയതിനാൽ ദയനീയ സ്ഥിതിയാണ് പല കർഷകർക്കുമുള്ളത്. ഈയൊരവസ്ഥയിൽ ഇൻഷുറൻസ് തുക വലിയൊരു ആശ്വാസമാണ്. എന്നാൽ അതും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇരു സർക്കാരുകളും അടിയന്തരമായി കർഷകർക്ക് പണം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PR വർഗീസ് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 2023-24, 24-25 വർഷങ്ങളിലായി കേരളത്തിൽ 93,011 കൃഷിക്കാർ ഇൻഷുറൻസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രീമിയം അടച്ചിട്ടുണ്ട്. ഈ 2 വർഷങ്ങളിലായി ഏകദേശം 120 കോടിയോളം രൂപ കൃഷിക്കാർക്ക് ലഭിക്കാനുണ്ട്. ഈ ഉയർന്ന ഉൽപ്പാദന ചെലവും കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന വലിയ വിളനാശവും കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള ഇൻഷുറൻസ് സംഖ്യ കൃഷിക്കാർ അടച്ചതാണ്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായിട്ട് കൃഷിക്കാർക്ക് വിതരണം ചെയ്യണം. ഇൻഷുറൻസ് തുക എത്രയും വേഗം അനുവദിച്ചില്ലെങ്കിൽ നെൽകൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് പല കർഷകർക്കുമുള്ളതെന്നും കർഷക സംഘം ചൂണ്ടിക്കാട്ടി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.